ഇപ്പോൾ കോൺഗ്രസിൻ്റെ നമ്മുടെ സമന്നതരായ ചെറുപ്പക്കാർക്കെതിരായിട്ടുള്ള ആരോപണം എന്താ? പണ്ടൊക്കെയാണ് പുറത്തിറങ്ങാൻ പറ്റൂ. പുതിയ തലമുറയ്ക്ക് അതൊരു പ്രശ്നമല്ല, അതൊരു അഹങ്കാരവും അലങ്കാരവുമാണ്. ഇപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞ മാഷ 5 പ്രാവശ്യം MP ആയി, 2 പ്രാവശ്യം MLA ആയി. ശരി, ഞാൻ സന്തോഷം. ഈ നിലപാട് സതീശൻ എടുക്കൂ, KC എടുക്കൂ. പക്ഷേ RSSലാണ് ശക്തി. നാളെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടെങ്കിൽ RSS തന്നെ സമ്മതിക്കണം, വേറെ ആളും വിചാരിച്ചാൽ നടക്കത്തില്ല. സാമാന്യ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരനും ഈ സന്ദർഭത്തിൽ ഈ FCRA ബില്ലിൻ്റെ അമെൻമെൻറ്റ് കൊണ്ടുവരില്ല. ആ കൊണ്ടുവരുന്നില്ലെന്ന് മാത്രമല്ല, അവർ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് നോർത്ത് ഇന്ത്യയിലെ പല പുരോഹിതന്മാർക്കും, ക്രൈസ്തവ പുരോഹിതന്മാർക്കും കന്യാസിമാർക്കും അവരുടെ ആ ഡ്രസ്സ് ഇട്ട് നടക്കാൻ പറ്റില്ല. പേടിയാ. ഈ പിന്നെ കോൺഗ്രസിലെ തർക്കം, അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ്. കോൺഗ്രസിലെ തർക്കം അത് ഭരണത്തിലേക്ക് വരുന്നതിന് പകരം ഭരണത്തിൽ വന്നാൽ ആരാവും മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള വലിയ തർക്കം നടന്നു. ഇത് സാറ് കുറേ ദീർഘകാലം പ്രവർത്തിച്ചൊരു പാർട്ടി എന്ന നിലയിൽ തന്നെ കോൺഗ്രസിന് ഇത് എത്രത്തോളം തിരിച്ചടിക്ക് കാരണം? ഇത് ഒരു കാലത്തുമില്ലാത്ത തർക്കമാണ്. ഇവിടെ കരുണാകരനുണ്ടായിട്ടുണ്ട്, ആന്റണി. അവിടെ തിരഞ്ഞെടുപ്പ് തർക്കങ്ങളുണ്ട്, സ്ഥാനാർത്ഥി തർക്കം. പക്ഷേ ഭരണത്തിലേക്ക് വരുമ്പോൾ ഒരു കാഴ്ചപ്പാട്, ഭദ്രത, അത് ഇന്ന് ഈ ദിവസം ആന്റണി തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മത്സരിച്ച ആ സന്ദർഭത്തിൽ പത്രക്കാർ ചോദിച്ചു, ചേർത്തലയിൽ ലീഡർ എന്ന് ആന്റണിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയപ്പോൾ പത്രക്കാർ ചോദിച്ചെന്താ ലീഡർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭൂരിപക്ഷം കിട്ടിയ ഭൂരിപക്ഷം കഴിഞ്ഞ ആന്റണിയാണ്. അങ്ങനെ പറയാനുള്ള ധൈര്യം ഉണ്ട് ഇപ്പോൾ. KC വേണുഗോപാൽ പറയുമോ നാളെ സതീശനാണെന്ന്? അല്ല രമേശാണെന്ന് പറയൂ. രമേശ് പറയുമോ സതീശനാണെന്ന്? ഇന്നിപ്പോൾ സുധാകരൻ പറഞ്ഞില്ലേ, K സുധാകരൻ വനവാസത്തിന് അദ്ദേഹം വനവാസത്തിന് പോകാതിരിക്കാൻ പ്രാർത്ഥിക്കാമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഭൂരിപക്ഷം കിട്ടാതെ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ പോലും മുഖ്യമന്ത്രി പദത്തിനുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ദുഃഖത്തോടെ കാണുന്നത് കോൺഗ്രസിന് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. ഇപ്പോൾ PT ചാക്കോയുടെ കേസുണ്ടായി, ഒരു സ്ത്രീയെ കയറ്റിക്കൊണ്ട് പോയി എന്നല്ല. ഇപ്പോൾ എന്താ നടക്കണേ? ഇപ്പോൾ കോൺഗ്രസിൻ്റെ നമ്മുടെ സമന്നതരായ ചെറുപ്പക്കാർക്കെതിരായിട്ടുള്ള ആരോപണം എന്താ? പണ്ടൊക്കെയാണ് പുറത്തിറങ്ങാൻ പറ്റൂ, ഒരാരോപണം വന്നില്ല നേതാവാകാൻ പറ്റില്ലെന്ന അവസ്ഥയാണ്. അതെ. അപ്പോൾ അവർ ഇപ്പം അതൊരു പ്രശ്നമല്ല അവർക്ക്. ഇപ്പോൾ ഞാൻ പേരൊന്നും പറയുന്നില്ല, ചിലരൊക്കെ തിരഞ്ഞെടുപ്പിൽ നിന്നെങ്കിൽ ജയിക്കുമായിരുന്നു പറഞ്ഞവരല്ലേ. അപ്പോൾ ആ മാന്യത പോയി. അതുപോലെ ഇപ്പം ഞാനൊന്നും ഓർക്കട്ടെ, LJK പോയിട്ടാണല്ലോ. LJK എപ്പോഴും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അദ്ദേഹത്തിന് കിട്ടുന്ന തിരഞ്ഞെടുപ്പ് ഫണ്ട് ബാക്കിയുണ്ടെങ്കിൽ നേരെ തിരിച്ച് KPC കൊടുക്കുക. അതുപോലെ ഒരു ആഡംബര ജീവിതമില്ല. TH മുസ്തഫ എറണാകുളം ജില്ലയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാവുന്ന നേതാവല്ല. അദ്ദേഹം പാർട്ടിക്കാരെ സ്നേഹിച്ചയാളാണ്. അവസാനം THൻ്റെ അവസാന ദിവസങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് പോയത്. PP തങ്കച്ചൻ, അവരാരും ലക്ഷങ്ങളും കോടികളൊന്നും ഉണ്ടാക്കിയില്ല. ഇപ്പോഴത്തെ നമ്മുടെ നേതാക്കന്മാർ അതാണോ സ്ഥിതി? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. പുതിയ തലമുറയ്ക്ക് അതൊരു പ്രശ്നമല്ല, അതൊരു അഹങ്കാരവും അലങ്കാരവുമാണ്. പക്ഷേ തന്നെ പറഞ്ഞു, ഈ ഒരു 10 വർഷമായിട്ട് ഭരണത്തില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. BJPക്ക് വലിയ നേട്ടം ഉണ്ടായാൽ കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയാവും. കോൺഗ്രസ് അങ്ങനെ തകർന്നു പോകേണ്ടതാണോ കേരളത്തിൽ? അല്ല, ഒരിക്കലുമല്ല. കോൺഗ്രസ് പിടിച്ച് നിൽക്കേണ്ട മതി. പക്ഷെ കോൺഗ്രസ് കേരളത്തിൽ മാത്രമാണോ? ഇന്ത്യയിൽ പിടിച്ച് നിൽക്കണ്ടേ? അതെ, വേണം. ഇന്ത്യയിൽ വേണ്ടേ? അല്ല, ഓരോ സ്റ്റേറ്റിലും ഉണ്ടായാലല്ലേ ഇന്ത്യയിൽ മൊത്തത്തിലുണ്ടാവുള്ളൂ. അല്ല, ഇത് കേരളത്തിൽ മാത്രം നിന്നുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ കോൺഗ്രസിന്? അതൊരു മാർഗം എന്ന് പറയാമെന്നല്ലാതെ. കേരളത്തിൽ തിരിച്ചു വരേണ്ടത് കോൺഗ്രസിന് ദേശീയ തലത്തിൽ തന്നെ ഒരു ആവേശം ഉണ്ടാക്കില്ലേ? അതുണ്ടാക്കും, ഇല്ലയെന്ന് നമ്മൾ പറയില്ല. പക്ഷേ എന്താ സ്ഥിതി? കർണാടകയിലെ സ്ഥിതി എന്താ? അവിടുത്തെ നൽകുന്ന തല്ലുപിടുത്തം ചെറുതാണ്. അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തെലുങ്കാനയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തകർന്നുകൊണ്ടിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ പറ്റുന്നുണ്ടോ? ഈ കേരളത്തിൽ ജയിച്ചുകൊണ്ട് ഈ പ്രശ്നം തീരുമില്ലല്ലോ. അപ്പോൾ കോൺഗ്രസിന് വ്യക്തത ഉണ്ടാവണം. വ്യക്തതയുണ്ട്. ഇപ്പോൾ VD സതീശൻ പറയുന്നുണ്ട് 100 സീറ്റ് വേണ്ടി അധികാരത്തിൽ വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പരിപാടി നിർത്തുന്ന പറയുന്നത്. അതെ, അതാണല്ലോ. അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് ഒരു ധൈര്യം ഉണ്ടാകുന്നുണ്ടല്ലോ. ആ ധൈര്യത്തെക്കുറിച്ചാണ് സുധാകരൻ പറഞ്ഞത്. അങ്ങനെ വരാതിരിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കാന്നാണ് പറഞ്ഞത്. അല്ല, സുധാകരൻ ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടിയുടെ ഏറ്റവും സമുന്നത നേതാക്കന്മാരുടെ തീർച്ചയായിട്ടും സുധാകരൻ ശരിക്കും കോൺഗ്രസിന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അതിന് ഏറ്റവും കൂടുതൽ ഊർജ്ജം നൽകേണ്ട ഒരു നേതാവല്ലേ അദ്ദേഹവും. എനിക്ക് സീറ്റ് അദ്ദേഹത്തെ കൊണ്ട് ആ നിലപാട് എടുപ്പിച്ചു. അല്ല, അദ്ദേഹം ഇപ്പം നിലവിൽ MP ആണ്. ആയിക്കോട്ടെ, അദ്ദേഹം MP ആണ്. അദ്ദേഹത്തോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറയാവോ?
അദ്ദേഹം KPCC സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റി. അപ്പോൾ എന്താ പറഞ്ഞത്? അല്ല, എല്ലാ കാലത്തും ഒരാൾക്ക് KPCC അത് പ്രസിഡന്റ് സമ്മതിച്ചല്ലോ. അത് നമ്മളൊരു വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ അത് ആലോചിച്ച് പറയുന്നുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇതേപോലെയല്ലേ മാറ്റിയത്? അതെ, ഞാനത് തന്നെ പറയണത്. ഓരോരുത്തർ അപമാനിച്ച് മാറ്റരുത്, മാന്യമായി മാറ്റണം. നിങ്ങൾക്ക് ഇത്രയല്ല, നിങ്ങൾ KPCC പ്രസിഡന്റായി അടുത്ത പണി പറ്റത്തില്ല എന്ന് പറയാൻ എന്താ ബുദ്ധിമുട്ട്? അതിന് പകരം നിങ്ങൾക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് സീറ്റ് തരാം, നിങ്ങൾ പറയുന്നവർക്ക് സീറ്റ് കൊടുക്കാം എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്തിനാ വാക്ക് കൊടുത്തത്? അവസാനം അവരേക്ക് അപമാനിക്കില്ലേ കുര്യൻ സാറിനെ. ഓരോരുത്തരെയും എങ്ങനെ പുറത്താക്കണം, അകത്താക്കാനല്ല ഉദ്ദേശിക്കണേ, എങ്ങനെ പുറത്താക്കണമെന്ന ഇന്നത്തെ നേതൃത്വം. പക്ഷേ ഇവർക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ കൊടുത്തില്ലേ മതി. PJ കുര്യനൊക്കെ കിട്ടാത്ത അവസരങ്ങൾ അല്ല, അത് പറഞ്ഞാൽ മതി. മാഷിനും അതുപോലെ തന്നെ അവസരങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കും, ഞങ്ങൾക്കൊന്നും പരിഭവമില്ല. അതേ സമാനമായ മാനദണ്ഡം ഇവരും കൂടി സ്വീകരിച്ചാൽ മതി. അത് വേണം, അത് വേണമല്ലോ. ഈ മാനദണ്ഡം ഒന്നായിരിക്കണം, എല്ലാവർക്കും ഒരുപോലെ. എല്ലാവർക്കും ഒരുപോലെ. അതുണ്ടോ? ഇപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞ മാഷ് 5 പ്രാവശ്യം MP ആയി, 2 പ്രാവശ്യം MLA ആയി. ശരി, ഞാൻ സന്തോഷം. ഈ നിലപാട് സതീശൻ എടുക്കൂ, KC എടുക്കൂ? അല്ല, അവരും സ്വീകരിക്കണമല്ലോ. എടുക്കുമെന്ന് എൻ്റെ ചോദ്യം. അവരെടുക്കൂ. VD സതീശനെ സംബന്ധിച്ചിടത്തോളം MLA പലതവണ ആയെങ്കിൽ പോലും അദ്ദേഹം മന്ത്രി പോലും ആയിട്ടില്ല. ആദ്യം പ്രതിപക്ഷ നേതാവ് അദ്ദേഹം 5 കഴിഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരിക്കുന്നു? ഇവരൊക്കെ അധികാരത്തിൻ്റെ, അത് ഞാനൊരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇവരൊക്കെ അധികാരത്തിൻ്റെ താക്കോൽ സ്ഥാനം വാങ്ങിച്ച് പിന്നെ പൂട്ടിപ്പോയാൽ പിന്നെ ആ പോക്ക തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഞാൻ പേരൊന്നും പറയുന്നില്ല, എത്ര പേര് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രസംഗിക്കാൻ എളുപ്പമാണ്, നടപ്പാക്കാൻ അത്ര എളുപ്പമല്ല. അവനവൻ്റെ കാര്യം വരും. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കും അധികാരത്തിൻ്റെ ഈ താക്കോൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ പലരും നടത്തിയിട്ടുണ്ട് ഇവിടെ. ഞാൻ ആ പേരൊന്നും പറയുന്നില്ല. ഓരോരുത്തരും താക്കോലിട്ട് പൂട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുക്കില്ലല്ലോ. നമ്മൾ പറയുമ്പോൾ അതുകൂടി ആലോചിക്കണ്ടേ. അധികാരത്തിൻ്റെ താക്കോല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിടുന്നില്ലല്ലോ. അതാണ് LDF CPM ഉൾപ്പെടെ ഇടതുപക്ഷ പ്രവൃത്തി വ്യത്യാസം. അല്ല, പക്ഷേ CPM അല്ല, ഈ പ്രാവശ്യം അതാണല്ലോ തർക്കങ്ങളൊക്കെ വരാൻ കാരണം. എങ്കിലും ഒരു പരിധി വരെയുണ്ട്, ഒരു പരിധി വരെ അത് അവർ അംഗീകരിക്കുന്ന ആളുകളാണ്. പക്ഷെ അതുണ്ടോ? കോൺഗ്രസ്സിൽ ഒരു അണുപോലും ഇല്ലല്ലോ. അത് CPM-ലും CPI-യിലൊക്കെ അത് ഒരു പരിധി വരെ ഉണ്ടല്ലോ, പൂർണ്ണമായിരിക്കില്ല, പക്ഷെ ഒരു പരിധി വരെ. അല്ല, പക്ഷെ ഇത്തവണ കുറെ ആളുകൾക്ക് അങ്ങനെയുള്ള ചില പരിഗണനകൾ, അതാണല്ലോ പ്രശ്നം. മുഖ്യമന്ത്രിക്കടക്കം അത്തരത്തിൽ ഇളവ് കൊടുത്തിട്ടുണ്ട്. അതെ, അതാണല്ലോ ഈ പ്രശ്നങ്ങൾ പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. MA ബേബി പറഞ്ഞല്ലോ, ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ചില പ്രശ്നങ്ങളുണ്ട്, അത് ചർച്ച ചെയ്യുക. അത് ചർച്ച ചെയ്യപ്പെടുന്ന പാർട്ടിയാണ്. അത് കോൺഗ്രസിനകത്ത് ചർച്ച പോലും ഉണ്ടാവില്ലല്ലോ. അത് അതോടുകൂടി തീർന്നു. ഇപ്പോൾ PJ കുര്യൻ സാറിനെ രാജ്യസഭാ സീറ്റ് കൊടുക്കാതെ പുറത്താക്കി നിർത്തി, PC ചാക്കോയെ പുറത്താക്കി നിൽക്കുക. പിന്നെ അടുപ്പിച്ചിട്ടുണ്ടോ? ഇനി അവരെല്ലാം MP ആക്കണമെന്നുള്ള അർത്ഥമില്ല. PC ചാക്കോ പക്ഷേ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ തോറ്റ അപ്പം തന്നെ NCP-യിൽ പോയി ചേർന്നിട്ടുണ്ട്. അതെ, അദ്ദേഹം സ്ഥാനം എടുത്തു. പക്ഷെ ഇവർ എന്തുകൊണ്ടാണ് ആളുകൾ, ചാക്കോയെ പോലുള്ള ആളുകൾ, കുര്യൻ സാറിനെ പോലുള്ള ആളുകൾ ഒക്കെ ഒരു വ്യത്യസ്ത സമീപനത്തിലേക്ക് പോകും? കോൺഫിഡൻസ് ഇല്ല. നമ്മുടെ മാതൃ പാർട്ടിയിൽ ആർക്കും ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്നിട്ട് വേറൊരു പാർട്ടി ഇപ്പോൾ ആർക്കും താല്പര്യമുള്ളതല്ല. പക്ഷെ നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് സ്റ്റാൻഡ് എടുക്കുന്നത്. എന്തിനത് ചെയ്യിപ്പിക്കുന്നത്? ആ കോൺഫിഡൻസ്. ഇപ്പോൾ സുധാകരൻ്റെ കണ്ണൂർ പൊളിറ്റിക്സിലെ സംഭാവന ചെറുതാണോ? എല്ലാവർക്കും അറിയാം, വലിയ സംഭാവന ചെയ്തയാണ്. അദ്ദേഹത്തിന് വേദനിപ്പിക്കുന്നത് എന്തിനാണ്? ഉള്ള കാര്യം പറഞ്ഞു പോലും. അദ്ദേഹം പാർട്ടിയും വേദനിപ്പിക്കുന്നതിനാണ് തിരിച്ചു ചോദ്യം ഉണ്ടല്ലോ. കാരണം പാർട്ടിയിൽ അദ്ദേഹത്തിന് എല്ലാ തരത്തിലും അതിൻ്റെ കാരണം അദ്ദേഹത്തെ വേദനിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചു പറഞ്ഞു കാണും. അത് പക്ഷെ അദ്ദേഹം ചെയ്ത സംഭാവന കണ്ണൂർ പൊളിറ്റിക്സിലുള്ള ഏറ്റുമുട്ടലിൻ്റെ കാലഘട്ടത്തിൽ വലിയ സംഭാവന ചെയ്തയാളല്ലേ. അവരോട് നേരിട്ട് എന്തിനെ കബളിപ്പിക്കുന്നത്? ഈ കബളിപ്പിക്കൽ രാഷ്ട്രീയമല്ലോ, ഒരു മാന്യതയുള്ളതല്ലല്ലോ. ഒരു പൊതുമാനദണ്ഡം ഉണ്ടാക്കിയാൽ മതിയല്ലോ. കറക്റ്റ്, ഒരു പൊതുമാനദണ്ഡം ഉണ്ടാക്കുക. ആ മാനദണ്ഡത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. എല്ലാവർക്കും ബാധകമാണെന്ന് പറയാം. അറ്റ്ലീസ്റ്റ് CPM ഫുള്ളി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ കാഴ്ചപ്പാടുണ്ടവർക്ക്. കോൺഗ്രസ്സിനത് ഇല്ലല്ലോ. ഇപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ എത്ര പ്രാവശ്യമായി? പ്രായത്തെക്കുറിച്ച് പറഞ്ഞാൽ മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ എന്താണ് സ്ഥിതി? അദ്ദേഹത്തിന് എന്തുകൊണ്ട് അത് കൊടുക്കാൻ കാരണം? ചില കാരണങ്ങളുണ്ട്. അപ്പോൾ ചില നിയമങ്ങളും മാനദണ്ഡങ്ങളും പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരു പരിധി വരെയെങ്കിലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഈ ജാതി തിരിച്ചുള്ള ഒരു കുറേ ഇപ്പോൾ പറയുന്നത് ഇന്ന ജാതി അവിടെ ഉണ്ട്, ഇന്ന ജാതിയുടെ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ ഇന്ന ജാതി സംഘടനകളുടെ നേതാക്കന്മാർ ഞങ്ങളെ പിന്തുണയ്ക്കുന്നു, അങ്ങനെ പറഞ്ഞൊരു കേരളത്തിൽ ഒരു ഇലക്ഷൻ നടന്നത് ശരിയാണോ തെറ്റാണോ? ഒട്ടും ശരിയല്ല. അത് മാത്രമല്ല, യാഥാർത്ഥ്യം അതല്ല. ജനങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല.
ഞാനിപ്പോൾ 84 മത്സരിക്കുമ്പോൾ പിന്നെ കൊച്ചുണ്ണി മാഷിനെതിരായിട്ടാണ് മത്സരം. കൊച്ചുണ്ണി മാഷൻ ഞാനുമായി നോക്കുമ്പോൾ അതികായനാണ്. കൊച്ചിയുടെ ആദ്യത്തെ മേയർ, ഇവിടുത്തെ CT2 10,000 പേരുടെ നായകൻ ഒക്കെ. അന്ന് മട്ടാഞ്ചേരി നിയോജകമണ്ഡലമുണ്ട്, മുസ്ലിംസിന് 90% ഭൂരിപക്ഷമുള്ള. അവിടുത്തെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് പോളിംഗ് നടന്ന അവിടെയാണ്. വോട്ടിൻ്റെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എനിക്കാണ്. അപ്പോൾ ഇത് കൊച്ചിയുടെ ഒരു ചിത്രമാണ്. ഇത് തന്നെ കേരളത്തിൻ്റെ ചിത്രം. പിന്നെ നമ്മൾ ഈ ജാതിയും മതവും വർഗവും ഒക്കെ കൊണ്ടുവരും നമ്മുടെയൊക്കെ ഒരു സൗകര്യത്തിന് വേണ്ടി. ഇപ്പം എനിക്ക് നാളെ കൊച്ചി മത്സരിക്കണം, ഞാൻ പറയും ഇത് ലത്തീൻകാരുടെ സ്ഥലമാണ്. എറണാകുളത്ത് ഞാൻ ലത്തീൻകാരനാണ്. സത്യത്തിൽ എറണാകുളം ലത്തീൻകാരൻ തന്നെയാണോ ഉള്ളത്? അല്ലല്ലോ, അല്ല. അവിടെ മറ്റ് കമ്മ്യൂണിറ്റീസും ഉണ്ട്. പക്ഷേ എൻ്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ പറയും ഇത് എനിക്ക് അതിലെ കാര്യം ബുദ്ധിമുട്ടാണ് എന്ന് പറയും. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഒരു രാഷ്ട്രീയ അധികാരത്തിൻ്റെ പങ്കിടുമ്പോൾ ഉള്ള സൗകര്യമാണ്. മാഷ് ഇപ്പോൾ ലത്തീൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ പറയുകയാണ്. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല മാഷുമായിട്ട് വളരെ അടുപ്പമുള്ള നേതാവ് തന്നെയാണ്. അപ്പം മാഷ് കോൺഗ്രസ് സജീവമായിട്ട് ഇല്ലെങ്കിൽ പോലും വ്യക്തിപരമായ അടുപ്പം സൂക്ഷിക്കുന്നതാണ്. പക്ഷേ രമേശ് ചെന്നിത്തല ഒരു പേഴ്സണൽ അറ്റാക്ക് നടത്തി, അങ്ങനെ ഒരു പ്രയോഗം നടത്തി, തിരുവത്തോമ എന്നുള്ളൊരു പ്രയോഗം നടത്തി. മാഷ അതിനെ വളരെ രസകരമായിട്ടാണ് കൈകാര്യം ചെയ്തത്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ കേൾക്കുന്ന സമയത്ത് എന്താണ് തോന്നുന്നത്? ആ ഒരു തകർച്ച. രമേശ് ചെന്നിത്തല എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞെങ്കിൽ അത് ശരിയായില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനം നാളത്തെ മുഖ്യമന്ത്രിയാകാനുള്ള നിൽക്കുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് അത്ര ചീപ്പ് ഒരു കമൻറ്റ് പറയാൻ പാടില്ല. അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ലല്ലോ. ഒരു ഗുണമില്ല. അതുമാത്രം ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങൾ വലുതാണ്. പക്ഷെ അതെനിക്ക് തിരിച്ചു പറയാൻ കാരണം എന്നെ കളിയാക്കിയത് കൊണ്ടല്ല, അത് ശരിക്കും പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയെ കളിയാക്കുന്നത്. ഞാനത് പറഞ്ഞു, ഞങ്ങളൊരു ഷെയറിങ് കമ്മ്യൂണിറ്റിയാണ്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു അവമാനമില്ല. അത് ഐ ആം പ്രൗഡ്. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി, അപ്പോഴൊരു കൈയടിക്ക് വേണ്ടി കൂടെ നിന്ന് ഒരു ചിരിക്കും, പൊട്ടിച്ചിരിക്കും, കൈയടിക്കും. അതാണോ ശരി? ഇപ്പം കർത്താവ് യേശുക്രിസ്തു ഒരു മരപ്പണിക്കാരനായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അതെ, അദ്ദേഹം മരപ്പണിക്കാരനും, പിന്നെ ഔസേപ്പിതാവ് മരപ്പണിക്കാരനായിരുന്നു. അപ്പം അതൊക്കെ പിന്നെ കത്തോലിക്ക സഭയിൽ നിൽക്കുന്ന പത്രോസ് മത്സ്യത്തൊഴിലാളിയാണ്. അതെ, അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടി ആദ്യം വന്ന ശിഷ്യന്മാരും മത്സ്യത്തൊഴിലാളികളാണ്. അതെ. അപ്പോൾ അത് ചരിത്രം നോക്കുമ്പോൾ അങ്ങനെയല്ലേ ഇന്ത്യ ചരിത്രം എടുത്തു നോക്കിയാലും പലരുമൊക്കെ വളർന്നു വന്നത് താഴെ തട്ടി നിന്നല്ലേ. ഇത് പിന്നീട് പേഴ്സണലി എന്തെങ്കിലും അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു, പല പ്രാവശ്യം വിളിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം 4-5 പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു, ഫോൺ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ മകളെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കാര്യം എന്ത് ചെയ്തിട്ട്. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, പക്ഷേ അത് മനഃപൂർവ്വമായിട്ടല്ല, അതങ്ങനെ ഞാനും മനഃപൂർവ്വമായിട്ട് മറുപടി പറഞ്ഞതല്ല. പക്ഷേ രമേശ് പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് എൻ്റെ വ്യക്തിത്വത്തെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഇപ്പം കേരളത്തിൽ ഈ BJP കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നത് മധ്യകേരളത്തിലാണ്. അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ കുറച്ചും കൂടി വേരുകൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഷോൺ ജോർജിനെ മത്സരിപ്പിക്കുന്നു, തിരുവല്ലയിൽ അനൂപ് ആന്റണിയെ മത്സരിപ്പിക്കുന്നു, കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ജോർജ് കുര്യനെ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിപ്പിക്കുന്നു, PC ജോർജിനെ മത്സരിപ്പിക്കുന്നു. അങ്ങനെ വളരെ തെരഞ്ഞെടുത്ത് ക്രിസ്ത്യൻ മേഖലകളിലൊക്കെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. BJP വലിയ പ്രതീക്ഷ നൽകുന്നു. നരേന്ദ്രമോദി വരുന്നു, അതുപോലെ തന്നെ അമിത്ഷാ വരുന്നു. അങ്ങനെ കുറേ ദേശീയ നേതാക്കന്മാരൊക്കെ വരുന്നു BJP. ഇതേ സമയത്ത് തന്നെയാണ് FCRA നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് റിജുവിൻ്റെ നേതൃത്വത്തിൽ വലിയ നീക്കം നടന്നത്. പക്ഷേ ഈ കേരള നേതാക്കന്മാരുടെയൊക്കെ ഇടപെടൽ കാരണം അത് നീട്ടിവെക്കും. മാഷ് വിചാരിക്കുന്നുണ്ടോ ഈ ബില്ല് അവതരിപ്പിക്കില്ല എന്ന്? അല്ലെങ്കിൽ ദീർഘമായൊരു സംഭാഷണം ഈ ഇവരൊക്കെ നടത്തുന്നത്? രാഷ്ട്രീയത്തിലൊരു രാഷ്ട്രീയ ചേരിയുണ്ട്. BJPക്കും പ്രധാനമന്ത്രിക്ക് പ്രത്യേകിച്ചും എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കണമെന്ന്, മതന്യൂനപക്ഷങ്ങളെ യോജിപ്പിച്ചു കൊണ്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെ കുറ്റപ്പെടുത്താനും വേർതിരിക്കാനും ഒരു ഒറ്റപ്പെടുത്താനും തയ്യാറല്ല. പക്ഷേ അതല്ല RSSൻ്റെ നിലപാട്. RSS വളരെ കർക്കശമായ ഹിന്ദുത്വം എടുക്കുന്നതാണ്. മൃദുഹിന്ദുത്വമല്ല, കർക്കശ ഹിന്ദുത്വമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാൾ ക്രൈസ്തവ സമൂഹത്തെയൊക്കെ കൂടെ നിർത്താൻ ശ്രമിച്ചു. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചു, ഈ വിദേശ സംഭാവനകൾ ഉൾപ്പെടെ. ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ RSS ഇങ്ങനെ പോയാൽ പറ്റില്ല, നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ പണിയെടുത്ത്. അത് ഇത് BJPയും RSSും തമ്മിലുള്ളൊരു, അത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നല്ലോ. അത് RSSും കൂടിയുള്ളൊരു ഏറ്റുമുട്ടൽ കൂടിയാണ്. പക്ഷേ RSSനാണ് ശക്തി. നാളെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന RSS തന്നെ സമ്മതിക്കണം, വേറെ ആളും വിചാരിച്ചാൽ നടക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രിക്ഷൻ നടക്കുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ കേരളത്തിൽ കാണുന്നത്. അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരനും ഈ സന്ദർഭത്തിൽ ഈ FCRA ബില്ലിൻ്റെ അമെൻമെൻറ്റ് കൊണ്ടുവരില്ല. ആ കൊണ്ടുവരുന്നില്ലെന്ന് മാത്രമല്ല, അവർ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചെന്നേ പറഞ്ഞിട്ടുള്ളൂ.
അതിനിടയിൽ RSSൻ്റെ പല നേതാക്കന്മാർ നടപ്പിലാക്കുമെന്ന് തന്നെ പറഞ്ഞത്. അതെ അതെ. ഇപ്പോൾ സുരേഷ് ഗോപി എന്താ പറഞ്ഞത്? കള്ളന്മാരെ പേടിച്ചാൽ മതി. കള്ളന്മാർ മാത്രം പേടിച്ചാൽ പോരൊക്കെ, കള്ളന്മാരെ പേടിപ്പിക്കാൻ വേണ്ടി സത്യസന്ധരെ കൂടി പിടിച്ചകത്താക്കണം. അല്ല, ഇപ്പൊ കള്ളനെന്ന് മുദ്രകുത്തി വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാലോ. എന്തും വേണം ചെയ്യാമല്ലോ. ഇത് ഏറ്റവും ഭയപ്പെടുന്ന എന്താ? വിദേശ സംഭാവന കിട്ടിയ സ്ഥാപനങ്ങളായി ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ ക്രൈസ്തവ സ്ഥാപനങ്ങൾ. ഇപ്പം അവരുടെ FCRA ഇത് അവസാനിപ്പിക്കുന്ന, പിന്നെ പുനർ അംഗീകാരം കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ? ഇതിനു മുമ്പ് കിട്ടിയിട്ടുള്ള സംഭാവനകൾ കൃത്യമായി ഉപയോഗിച്ചോ? ഇല്ലെന്ന് തോന്നിയാൽ ഇനി വരാൻ പോകുന്ന ആ ഒരു അതോറിറ്റി ഉണ്ടല്ലോ, അതോറിറ്റിക്ക് ഇത് ഏറ്റെടുക്കാം. അതിൽ പ്രത്യേകിച്ച് പള്ളികളെക്കുറിച്ച് പറയുന്നുണ്ട്. പള്ളികളൊക്കെ അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ അത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ, അതെങ്ങനെ വേണം മാനേജ് ചെയ്യണം എന്ന് കൂടി ആലോചിക്കാൻ പറഞ്ഞിരിക്കുക. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സ്ട്രക്ചറിനെ തകർക്കുക. അത് കേരളത്തിനല്ല ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഈ കേരളത്തിൽ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ ഇപ്പോൾ അദ്ദേഹം കത്തോലിക്കലാണ്. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ അതല്ലല്ലോ. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ സിലോൺ ബെന്തക്കോസ്റ്റ്, അങ്ങനെ കുറേ സംവിധാനങ്ങൾ അവിടെ ഈ സൈഡിലൊക്കെ ഉള്ളതാണ്. അവരുമായിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് പോകാൻ, അതാണ് കൺവേർഷൻ്റെ ഇഷ്യൂ വന്നത്. കൺവേർഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം, ഒരിക്കലും കത്തോലിക്കലും ഫോഴ്സ്ഫുള്ളായിട്ട് ആളുകളെ പ്രേരിപ്പിച്ച് ചെയ്യില്ല. അത് കൺവേർഷന് എതിരാണ്. പക്ഷേ ആരെങ്കിലും വന്നാൽ സ്വീകരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ വ്യത്യസ്തമായുള്ള ചില സഭകളുമുണ്ട്. പക്ഷെ അവരൊന്നും വലിയ ശക്തരൊന്നുമല്ല. അതിൻ്റെ പേരിലെടുക്കുന്ന നിയമ നടപടികൾ ഇന്ന് നോർത്ത് ഇന്ത്യയിലെ പല പുരോഹിതന്മാർക്കും, ക്രൈസ്തവ പുരോഹിതന്മാർക്കും, കന്യാസിമാർക്കും അവരുടെ ആ ഡ്രസ്സിട്ട് നടക്കാൻ പറ്റില്ല, പേടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ മതേതരത്വത്തിനകത്ത് അത് മാത്രമല്ല, ഇതിന് വേറെ പ്രശ്നമുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചില അന്തർദേശീയ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം പീഡിപ്പിക്കപ്പെട്ടാൽ അത് ചോദ്യം ചെയ്യാനുള്ള വേറെ ഏജൻസികൾ എത്രയുണ്ട്. അതുപോലെ മുസ്ലിം സമുദായങ്ങൾ ഇന്ത്യയിൽ പീഡിപ്പിച്ച ചോദിക്കാൻ വേറെ ആൾക്കാരുണ്ട്. അവരെയൊക്കെ അങ്ങനെ തനിച്ച് നേരിടാനൊന്നും ഗവൺമെൻറ്റിന് പറ്റില്ല. ഗവൺമെൻറ് ഈ ഇൻ്റർനാഷണൽ ഏജൻസികളൊക്കെ കൂടെ നിർത്തണ്ടേ. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ചോദിക്കുന്നത്, ഈ 3ാം തവണയും പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന തീർച്ചയായും ഇവിടെ കോൺഗ്രസും അതുപോലെ തന്നെ UDF സംവിധാനങ്ങളൊക്കെ തകരും. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ BJPയും കേരളത്തിൽ വലിയ ശക്തിയായി മാറും. ചിലപ്പോൾ BJP അധികാരം പോലും പിടിച്ചെടുക്കുന്നൊരവസ്ഥയുണ്ടാകും. ഇത് ഇവിടെയുള്ള മതന്യൂനപക്ഷങ്ങളെ എങ്ങനെ ബാധിക്കും? എന്തുകൊണ്ട് 3ാം ഗവൺമെൻറ് വരണം? അതിന് കാരണം ശക്തമായൊരു മുഖ്യമന്ത്രി, ശക്തമായൊരു ഭരണ സംവിധാനം. കേരളം മുന്നോട്ട് കുതിക്കുക. ഇന്ത്യക്ക് മാതൃക, രാഷ്ട്രീയമായി നമ്മൾ എന്ത് പറഞ്ഞാലും ഇന്ത്യക്ക് മാതൃകയായി മുന്നോട്ട്, ആ കുതിപ്പ് കേരളീയർ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരു ഗവൺമെൻറ് വന്നാൽ ആ കുതിപ്പ് നിന്നുപോയാലും അല്ല, പക്ഷേ തുടർച്ചയല്ലേ സർക്കാർ എന്ന് പറയുന്നത്? അതെ, അതുവരല്ലല്ലോ തുടർച്ചയെന്ന് നമ്മൾ താത്വികമായി പറയാമെങ്കിലും അത് ആര് ഭരിക്കുന്നു എന്നത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങിയ അതേ ഭരണ സംവിധാനമാണോ പിന്നീട് പോയത്? കരുണാകരൻ്റെ കാലത്ത് അതല്ല, മുഖ്യമന്ത്രിയും ആ പാർട്ടിയുമാണ് പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ ഒരു തുടർച്ച നമുക്ക് പറയാൻ പറ്റത്തില്ല. ഭരണം IAS ഉദ്യോഗസ്ഥന്മാരുള്ളതുകൊണ്ട് ഭരണ തുടർച്ച ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഭരണ തുടർച്ച ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന വികസന പദ്ധതികൾ, ഇവിടെ ലോ ആൻഡ് ഓർഡറിൽ നന്നായിട്ട് പോകുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരു കാഴ്ചപ്പാടിനെ നമുക്ക് മറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അല്ല, കോൺഗ്രസിന് ഒരു തരത്തിൽ വികസന കാഴ്ചപ്പാടില്ല എന്നാണോ മാഷ് പറയുന്നത്? കേരളത്തിൽ കോൺഗ്രസിൻ്റെ സമീപനത്തോടുള്ള വിയോജിപ്പ് കൊണ്ടാണല്ലോ 2 പ്രാവശ്യം പിന്നെ പിണറായി വിജയൻ അധികാരത്തിൽ വന്നത്. അപ്പോൾ അതിന് വ്യത്യസ്തമായി എവിടെ നിൽക്കാൻ പറ്റും കോൺഗ്രസ് എന്നുള്ളത്? കോൺഗ്രസിന് വ്യക്തത വേണമല്ലോ. അങ്ങനെ കോൺഗ്രസിന് വ്യക്തതയില്ല, ഒരു കാര്യത്തിനും വ്യക്തതയില്ല. വ്യക്തതയോടുകൂടി വന്ന ജനങ്ങൾ എതിര് പറയില്ല. പക്ഷെ ഇപ്പം അതല്ലല്ലോ. ഇപ്പോൾ ഈ ഓരോ കാര്യം, ഇപ്പോൾ ദേശീയപാതയുടെ കാര്യമാണെങ്കിലും, കൊച്ചിൻ മെട്രോയുടെ കാര്യമാണെങ്കിലും, ആരോഗ്യരംഗത്തും വിഴിഞ്ഞ എന്തൊക്കെ, അതിങ്ങി മുന്നോട്ട് പോകണമെങ്കിൽ പിണറായി വിജയൻ വേണം, ഇടതു മുന്നണി വേണം, ശക്തമായൊരു മുന്നണി വേണം എന്നൊരു തോന്നൽ ജനങ്ങളുണ്ടായിട്ടുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇനിയും ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, മണിക്കൂറുകൾ മാത്രമേ ഇലക്ഷൻ ബാക്കിയുള്ളൂ. മാഷിൻ്റെ ഒരു എന്താണ് മാഷ് ആഗ്രഹിക്കുന്നത്? എന്താണ്? അല്ല, ഞാൻ കണ്ട ഒരു കാഴ്ചപ്പാട്, ജനങ്ങൾ അംഗീകരിക്കുന്നത് ശക്തനായൊരു നേതാവിനെയാണ്. അത് പിണറായി വിജയനേ ഉള്ളൂ. 2 ഭരണരംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. നമുക്ക് എവിടെ ഉണ്ടായത് പ്രശ്നം? ശബരിമല ഇഷ്യൂ വന്നു. ശബരിമല ഇഷ്യൂ ഭരണത്തിൻ്റെ കോട്ടമല്ല, അതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ നടന്നു, അത് കൈകാര്യം ചെയ്തതിലുണ്ടായ പ്രശ്നങ്ങൾ. പക്ഷെ അതിപ്പോൾ ഹൈക്കോടതി നേരിട്ടുള്ള അന്വേഷണത്തിലാണ്. അപ്പോൾ അതിൽ നമുക്കൊന്നും തെറ്റ് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്. അത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ സദ്ഭരണമുണ്ട്.
ലോ ആൻഡ് ഓർഡർ വളരെ നല്ലതാണ്. അപ്പം അത് ജനങ്ങൾ കാണുവാണ്. അത് നാളെ തകർക്കപ്പെടരുത്. മറിച്ച് UDF വന്നാൽ UDFന് ഒന്നാമത് നേതൃത്വമില്ല. അപ്പം ഭൂരിപക്ഷം കിട്ടുന്നതിന് മുമ്പ് തന്നെ നേതൃത്വത്തിൽ തർക്കം വന്നു കഴിഞ്ഞു. BJPയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ വരില്ല എന്ന് എല്ലാവർക്കും അറിയാം. കൂടി വന്നാൽ 2-3 സീറ്റ് കൂടി വന്നാൽ എൻ്റെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടൊന്നും കിട്ടില്ലെന്നാണ്. സീറോയാണ് ഞാൻ കാണുന്ന കാഴ്ചപ്പാട്. കാരണം അവർ പ്രതീക്ഷിച്ച മണ്ഡലങ്ങളിലൊക്കെ വളരെ മോശമായ നിലപാടാണ്. അപ്പോൾ വരുന്നത് ഒരു ഭാഗത്ത് UDF, ഒരു ഭാഗത്ത് LDF. അത് ചിലപ്പോൾ വലിയ മാറ്റം ഉണ്ടാവും. എണ്ണത്തിൻ്റെ ചിലപ്പോൾ വലിയ മാറ്റം ഉണ്ടാവില്ല. ഒരു അടുത്തടുത്ത് പോകുമ്പോൾ അപ്പോൾ അതൊരു ഒരു ഒരു ലുക്ക് ആൻഡ് വാച്ച് എന്ന ഒരു സാഹചര്യം അതിലുണ്ടാക്കും. ഭരണം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും. ഇപ്പോൾ VD സതീശൻ വനവാസത്തിന് പോകേണ്ടി വരുമോ? അപ്പോൾ അതെനിക്ക് പിന്നെ എൻ്റെ സുഹൃത്ത് സുധാകരൻ പറഞ്ഞതേ പറയാനുള്ളൂ, പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആലോചിക്കണം. ഓക്കെ, താങ്ക് യു.